നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തീപ്പൊരിയായത് കെ രമയുടെ ഒരൊറ്റ ചോദ്യമായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് കെ രമ നിയമസഭ വിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ്. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ സർക്കാർ നിലപാട് രാഷ്ട്രീയ മര്യാദയല്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കെ രമ MLA പറഞ്ഞിരുന്നത്. ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മര്യാദയല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടന് വേണ്ടി 7 ലക്ഷം രൂപ ചെലവിട്ടത് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരിന് കാരണമായതിന് പിന്നാലെയാണ് കർട്ടൻ സ്വർണം കൊണ്ട് പൂശിയതാണോ എന്ന് കെ രമ MLA ചോദിച്ചത്. ക്ലിഫ് ഹൌസ് നവീകരണം മാത്രമാണ് കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് എന്നും സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും കെ രമ കുറ്റപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ വലിയ രീതിയിൽ വരികയും മുഖ്യമന്ത്രി തന്നെ ഒന്ന് മൗനമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ഞെട്ടിച്ചുകൊണ്ട് കെ രമ MLA വാക്കൌട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റബ്ബർ പോലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്യാൻ ഇറങ്ങുന്ന കർഷകർക്ക് വിലസ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഒരു ജീവിതം കൊണ്ട് അധ്വാനിച്ച് നേടുന്നതെല്ലാം പണം ഉൾപ്പെടെ വൃഥാവിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തി. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ച ചെയ്യുന്നത് തള്ളുകയായിരുന്നു എന്ന് റോജി എം ജോൺ MLA ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ചൂണ്ടിക്കാണിച്ച റോജി എം ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടത് സർക്കാരാണെന്ന് വിമർശിച്ചിരുന്നു. പ്രതിസന്ധി കാരണം ധൂർത്താണെന്നും നികുതി പിരിവും കാര്യക്ഷമമല്ല, ഇന്ധന സെസ് പിൻവലിക്കണമെന്നും റോജി എം ജോൺ ആവശ്യപ്പെട്ടു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നും സംസ്ഥാനത്ത് നിന്നു പോകുന്ന അവസ്ഥ അല്ല എന്നും ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ പ്രമേയം തള്ളുന്നതായി സ്പീക്കർ പറയുകയായിരുന്നു. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി നിയമസഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതിനും അനുമതി നൽകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ രമ അടക്കമുള്ള MLA മാരും പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്.